ഒരു സംഘടനയ്ക്ക് എത്രത്തോളം നാറാം എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നു ഈ പറഞ്ഞ ചില താരങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ സിനിമയിൽ അഭിനയിക്കാത്ത സിനിമാക്കാരാണ് ഈ AMMയുടെ പ്രശ്നം എന്ന് പറയുന്നത്. അവർ മത്സരിച്ച് ജയിച്ചയാളാണ്. അത് ദേവൻ എന്ന് പറയുന്ന ആക്ടറോട് മത്സരിച്ച് ജയിച്ചയാളാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വിജയിപ്പിച്ച ആളുകൾ എന്തുകൊണ്ട് ഇപ്പോൾ തനിക്കെതിരായി എന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യബോധം ആർക്കുണ്ടാവണം? ശ്വേതാ മേനോൻ ഉണ്ടാവണം. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ശ്വേതാ മേനോനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോയിലും മറ്റു പല സിനിമകളിലും ഒക്കെ അഭിനയിക്കുകയും അവിടെയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അവരൊരു പരാജയമായിരുന്നു. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. ഇവരുടെ ദക്ഷിണ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ അൻസിബയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു ദക്ഷിണ കൊടുക്കുന്നത് പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന രീതിയിലേക്കുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ 10-25 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. നമസ്കാരം. പെറ്റതള്ള സഹിക്കില്ല അമ്മയുടെ അവസ്ഥ. മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ നാണക്കേടായി നിൽക്കുകയാണ് അമ്മ സംഘടനയിലെ വിഷയങ്ങൾ. അറിയാൻ കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അതിന് പിന്നാലെ ഒരുപാട് ആരോപണങ്ങളുമായി ലക്ഷ്മിപ്രിയ രാജിവെക്കുന്നു, മല്ലിക സുകുമാരൻ, പിന്നെ ജോയ് മാത്യുവും സമാനമായ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പ്രമുഖരിങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്നു. സൂപ്പർ സ്റ്റാറുകൾ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഇവരെല്ലാം ആരോപിക്കുന്നത് ഇപ്പോൾ ശ്വേതാ മേനോൻ പറയുന്നൊരു കാര്യം, എനിക്കെതിരെ വലിയൊരു അജണ്ട നടന്നു, ഞാൻ കയറി എന്ന് തൊട്ട്. കാരണം മലയാള സിനിമ അല്ലെങ്കിൽ മോളിവുഡിൻ്റെ ഒരു വിപ്ലവ തീരുമാനം, തലക്കുറി മാറ്റുന്ന ഒരു തീരുമാനം എന്ന രീതിയിലാണ് വനിതകളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അവർക്ക് കാലാവധി പോയിട്ട് ഒരു റൗണ്ട് പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഇറങ്ങുന്നു. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്കെതിരെ വലിയൊരു ഗൂഢാലോചനയൊക്കെ നടന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരടക്കം രാജിവെച്ചവരും വെക്കാത്തവരും എല്ലാം പറയുന്ന ചെന്നെത്തുന്ന ചില പേരുകളുണ്ട്, പ്രത്യേക പേരുകൾ. അഭിനേതാക്കൾ എന്നതിനപ്പുറം മറ്റു പല മേഖലകളിലും പ്രശസ്തരായ പല ആൾക്കാരുടെയും പേരുകളിലേക്കാണ് ഇതൊക്കെ ചെന്നെത്തുന്നത്. സത്യത്തിൽ ഈ അമ്മയിലെ വിഷയം എവിടെയാണ് ചെന്നെത്തുന്നത്? അതായത് ഈ ശ്വേതാ മേനോന് എന്തുകൊണ്ടാണ് അവർ മത്സരിച്ച് ജയിച്ചയാളാണ്. അത് ദേവൻ എന്ന് പറയുന്ന ആക്ടറോട് മത്സരിച്ച് ജയിച്ചയാളാണ് ശ്വേതാ മേനോൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ വിജയിപ്പിച്ച ആളുകൾ എന്തുകൊണ്ട് ഇപ്പോൾ തനിക്കെതിരായി എന്ന് ചിന്തിക്കാനുള്ളൊരു സാമാന്യബോധം ആർക്കുണ്ടാവണം? ശ്വേതാ മേനോൻ ഉണ്ടാവണം. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം ഇന്നലെ കണക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് 10 പേരാണ് ആദ്യം കൈവക്കിയത് എന്നാണ് പറയുന്നത്. ജഗദീഷിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ നമുക്ക് മനസ്സിലായതാണ്. ബാക്കി ആരും കൈവക്കാൻ തയ്യാറായില്ല. അതിനുശേഷം പിന്നീട് വീണ്ടും രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരും കൈവക്കാത്ത അവസ്ഥ എത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ശ്വേതാ മേനോൻ ആദ്യം ഇറങ്ങിയിട്ട് മറ്റ് ആളുകളെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ഒരു സ്വയം വിമർശനം എന്ന വണ്ണം നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് 9 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച ആളുകൾ തനിക്കെതിരായിട്ട് മാറിയെന്നുള്ളതാണ്. അതായത് ഇവിടെ എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്വേതാ മേനോനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഷോയിലും മറ്റു പല സിനിമകളിലും ഒക്കെ അഭിനയിക്കുകയും അവിടെയൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. എന്നാൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ അവരൊരു പരാജയമായിരുന്നു. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചേ പറ്റൂ. കാരണം ഈ 10 പെണ്ണുങ്ങൾ കൂടുന്ന ഒരു സദസ്സിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞൊരു 5 ഗ്രൂപ്പെങ്കിലും അതിനകത്തുണ്ടാവും. അതേസമയം ഇതിനകത്ത് സിനിമയിൽ സജീവമായിട്ട് പ്രവർത്തിക്കാത്ത പല അഭിനേതാക്കളെയും പല നടിമാരെയും ഇതിൻ്റെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഈ ശ്വേതാ മേനോൻ പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ഉർവശിയെ പോലെയൊക്കെ ഉള്ള കുറച്ച് പക്വതയുള്ള കാര്യം, അവർക്കെതിരെ മറ്റ് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെ പോലുള്ള ഇത്തിരി പക്വതയുള്ള അല്ലെങ്കിൽ മല്ലിക സുകുമാരനെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഈ അമ്മയുടെ തലപ്പത്തേക്ക് വന്നിരുന്നത് എങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആകുമായിരുന്നു. കാരണം ലക്ഷ്മിപ്രിയൊക്കെ ഈ AMMയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പറയുന്ന ഡയലോഗ് എന്താണ്? ഞാൻ മരിച്ചാൽ ഈ 3 പേരെ എൻ്റെ ശവം പോലും കാണിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ നിലവാരം ഒന്ന് നടന്നു നോക്കി. അതിന് മറുപടിയും കിട്ടിയിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വായ തുറന്ന വർഗീയത മാത്രം പറയുന്ന നിങ്ങളുടെ ശവം കാണാൻ ഞങ്ങൾ വരില്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിക്കുക. കാരണം എനിക്കൊന്ന് മറ്റേ നമ്മുടെ നീനാക്കുറുപ്പും പിന്നെ നമ്മുടെ പൊന്നമ്മ ബാബു, പിന്നെ വേറെ ഒരാളുണ്ടല്ലോ ഉഷ ഹസൻ, ഈ 3 പേർക്ക് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഈ ഉഷയാണ് മറുപടി ആയിട്ട് വന്നത്. കാരണം ഇതൊക്കെ എന്താ പറയുക, ഉഷയൊക്കെ നമ്മൾ വളരെ ബഹുമാനത്തോടെ നമ്മുടെ ചെറുപ്പകാലഘട്ടത്തിൽ കിരീടം പോലുള്ള സിനിമകളിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ടിനി ടോമും ഇനി അംഗമായിട്ട് മാത്രമാണ് ഇരിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. ഇന്നിപ്പോൾ മല്ലിക സുകുമാരൻ രാജിവെച്ചിട്ടുണ്ട് AMMയിൽ നിന്ന്. അപ്പോൾ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ ഭാരവാഹിത്വത്തിൽ വരേണ്ടത്. പക്വതയില്ലാത്ത ആളുകൾ ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത്. അതുകൂടാതെ തന്നെ ഉണ്ണി ജയബാലൻ
ഇവരുടെ ട്രഷർ മുങ്ങിയിട്ട് കുറച്ചധികം നാളായി. എന്തുകൊണ്ടാണ് ഇവർ പോലീസിൽ കേസ് കൊടുക്കാത്തത്? എന്തോ പോക്സോ കേസാണോ അതോ സ്ത്രീപീഡന കേസാണോ? അങ്ങനെ എന്തൊരു പരാതിയുണ്ട്. അദ്ദേഹം ഇവിടെയാണ്, കാനഡയിലാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 40 വർഷം മുമ്പ് പയ്യന്നൂർ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും ആ പെൺകുട്ടിക്ക് വയറ്റിലാക്കിയ സമയത്ത് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അന്ന് അവിടെ നിന്ന് നാട് വിട്ടതാണ് ഈ പറഞ്ഞ മാന്യനായിട്ടുള്ള കക്ഷി. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പൊങ്ങുന്ന കൊച്ചിയിലാണ്. അപ്പോൾ കുറ്റങ്ങളൊക്കെ ഇല്ലാത്ത ആരും ഇല്ല, എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്, ഇതൊക്കെ സമ്മതിക്കാം. എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ പിടിച്ച് ഒരു പൊസിഷനിൽ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന അവസ്ഥ. ഈ സിനിമയായിട്ടുള്ള ഇവരുടെ ബന്ധവും ഒരു പ്രശ്നമാണ്. അല്ല, ഇത് സിനിമയായിട്ട് ഇവരൊക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഈ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഓരോരുത്തരും എടുത്ത് നോക്കുക. ശ്വേതാ മേനോനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? മല്ലിക ചേച്ചി മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഓരോ ആളുകളെ എടുത്ത് പരിശോധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, ഇവരൊക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? കേട്ടിട്ടില്ല. ഏതെങ്കിലും സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടോ? ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ട് ഈ മറ്റേത് എന്താ പറയുക AMMA സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് വന്നു നിൽക്കുന്ന ആളുകളല്ലേ. പിന്നെ ജോയ് മാത്യുവിനെയൊക്കെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിനൊക്കെ എന്തും പറയാം, എന്തും പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. അഭിപ്രായങ്ങൾ വളരെ സ്വതന്ത്രമായിട്ട് തന്നെ പറയാം. പ്രത്യേകിച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം കിട്ടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് ഫ്രസ്ട്രേഷനും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്. എനിവേ, അതിലേക്ക് നമ്മൾ പോകണ്ട. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സംഘടനയ്ക്ക് എത്രത്തോളം നാറാം എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുന്നു ഈ പറഞ്ഞ ചില താരങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ സിനിമയിൽ അഭിനയിക്കാത്ത സിനിമാക്കാരാണ് ഈ AMMയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ രാഷ്ട്രീയം ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ടോ? കാരണം പലരും പല രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ്. എങ്കിൽ പോലും അങ്ങനെ ഒരു ആരോപണം കൂടി ഇതിൽ കിടന്ന് കളിക്കുന്നു. ശ്വേതാ മേനോൻ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചില താല്പര്യങ്ങൾ അവർക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ സംബന്ധിച്ചിട്ട് അവരൊരു സംഘപരിവാർ അനുകൂല നിലപാടുള്ള ഒരു കക്ഷി തന്നെയാണ്. ലക്ഷ്മി പ്രിയയും അങ്ങനെ തന്നെയാണ്. അഞ്ജലി നായരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സംഘപരിവാർ അജണ്ടയുള്ള കുറേയധികം ആളുകൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് ഇവിടെ അൻസിബ ഹസന് നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നം, അൻസിബ ഹസൻ തന്നെ ഇന്നലെ വന്നിട്ടെന്താണ് പറഞ്ഞത്? അതായത് കഴിഞ്ഞ 33 വർഷത്തിനിടയിൽ ഇതുപോലെ അമ്മയ്ക്കകത്ത് AMMയുടെ മീറ്റിങ്ങിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടായിട്ടുള്ള മറ്റൊരു മീറ്റിംഗ് നടന്നിട്ടില്ലെന്നാണ് പറയുന്നത്. അൻസിബ ഹസൻ ഇന്നലെ ഈ AMMയുടെ യോഗത്തിനകത്ത് ശ്വേതാ മേനോനെതിരെയുള്ള എവിഡൻസോട് കൂടിയിട്ടുള്ള ഒരു സംസാരമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്വേതാ മേനോനെ രാജിവെക്കേണ്ടി വന്നത്. ഒരുപക്ഷെ ശ്വേതാ മേനോനെതിരെ അവിശ്വാസം വരും എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോഴത്തേക്കാണ് ഈ രാജി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. തോമസ് ഇവിടെ ചോദിച്ചൊരു ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. അൻസിബയുടെ വിവാദം ഉയർന്നു വരുന്ന സമയത്ത് വളരെ നിഷ്പക്ഷമായ നിലപാടാണ് ആര് സ്വീകരിച്ചിരുന്നത്? സൂപ്പർ സ്റ്റാർ അല്ലല്ല, ശ്വേതാ മേനോൻ സ്വീകരിച്ചിരുന്നത്. അതിനുശേഷം പിന്നീട് ഇവരെ ആരാണ് മാറ്റിയെടുത്തത്? ആരാണ് ഇവരുടെ തലയിലേക്ക് ബ്രെയിൻ വാഷിംഗ് നടത്തിയിട്ടുള്ളത്? അത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് ചില സംഘപരിവാർ അജണ്ടയുള്ള ആളുകൾ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളെ മുഴുവൻ സംഘപരിവാറിൻ്റെ കൂട്ടിൽ കൊണ്ടേ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം അവിടെ ഉണ്ടായോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരും യോജിക്കുന്നത്? ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്ന ഒരു പദവിയല്ലേ, അവിടെ ഒരു പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടുണ്ടോ? ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ പുറമേയെങ്കിലും നിഷ്പക്ഷരാണ് എന്ന് കാണിക്കണ്ടേ? അത് കാണിക്കാതെ വന്നിടത്താണ് പ്രശ്നം. ഒരുപക്ഷെ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്താ ഈ AMMയുടെ ആളുകളൊക്കെ താൻ പറയുന്ന അനുസരിക്കും, തൻ്റെ BJP ബന്ധങ്ങളൊക്കെ അറിയുന്നതോടുകൂടി എല്ലാവരും തൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഒരു വിഷയത്തിലും കൃത്യമായി ഇടപെട്ടിട്ടില്ല എന്നൊരു ആരോപണം അവർക്കുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സംഘടനയിൽ തന്നെ പല താരങ്ങൾക്കും NCB അടക്കമുള്ള താരങ്ങൾക്ക് ഒരുപാട് പരാതികളും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും കൃത്യമായിട്ടൊരു ഇടപെടലും നടത്തിയിട്ടില്ല. അതായത് ഈ ഇവരുടെ ദക്ഷിണ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ അൻസിബയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ. പക്ഷേ ഇപ്പോൾ ആ ഒരു ദക്ഷിണ കൊടുക്കുന്നത് പോലും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്ന രീതിയിലേക്കുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അതുകൂടാതെ 10-25 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത്. അത് ആര് എങ്ങനെ എപ്പോൾ എന്തിന് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് താരങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന സൂപ്പർ സ്റ്റാറുകൾക്കൊന്നും 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. എങ്കിൽ തന്നെയും എന്തൊക്കെയാണ്? പിന്നെ കുറേ കിളവന്മാരവിടെ ഇരിപ്പുണ്ട്. ലക്ഷ്മിപ്രിയ എന്നൊക്കെ പറഞ്ഞ പദമാണ്. കുറേ കിളവൻ നടന്മാരവിടെ ഇരിപ്പുണ്ട്. അവന്മാർക്ക് ആ സൂക്കേട്, അവന്മാർക്കിട്ട് ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഒരുപക്ഷെ വല്ല സ്ത്രീപീഡന പരാതി കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം പണി കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. വമ്പൻ ഭീഷണിയായിട്ട് പോയേക്കുന്നത്.
അതിന് പല ആളുകളും ഇന്ന് പനി പിടിച്ച് കിടക്കുകയാണെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതേ രീതിയിലുള്ള ഭീഷണിയാണെന്ന് പറഞ്ഞത്. കിളവന്മാരായിട്ടും രാജാക്കന്മാരാണ് എന്ന് കരുതിയിരിക്കുന്ന കുറേ ആളുകൾ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ. അതായത് ഈ AMMA പോലുള്ള സംഘടനയ്ക്കകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 25 സിനിമയിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ആളുകളെ മാത്രമേ അംഗങ്ങളാക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഒരു 5 സിനിമയിലെങ്കിലും നായകനോ നായികയോ ആയ ആളുകളെ മാത്രമേ അഭിനയിപ്പിക്കുക ഈ സംഘടനയുടെ ഭാഗമാക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോളുകളിൽ, അതായത് ഇപ്പോൾ താരങ്ങളായിട്ട് സഹതാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു പോലീസ് വേഷത്തിൽ വന്നു. ഇപ്പോൾ എൻ്റെ ഓർമ്മയിലിരിക്കുന്ന ലക്ഷ്മിപ്രിയയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഒരു ക്ലാസ് ടീച്ചറായിട്ട് വരുന്ന ഒരു സിനിമയുണ്ട്, മറ്റേ ജയറാമും സീനിയേഴ്സ്. അതിനകത്ത് മാത്രമാണ് ഞാൻ ഈ ലക്ഷ്മിപ്രിയ കണ്ടിട്ടുള്ളൂ. വേറെ ഏതാ സിനിമകളുണ്ട് പക്ഷേ ഇതുപോലെ ഇത് ചെറിയ റോളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ റോളുകളൊക്കെ അഭിനയിക്കുന്ന ആളുകൾ ഒരു 25 അല്ലെങ്കിൽ 50 സിനിമയെങ്കിലും അഭിനയിച്ചാൽ മാത്രമേ അവർക്ക് AMMA പോലുള്ള സംഘടനകളിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ ഇതൊരു ക്ലബ്ബ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തേക്കുന്നല്ലേ, അതല്ലാണ്ട് വേറൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൂടാണ്ട് അതിനകത്ത് ഒരു കാറ്റഗറിയും വെക്കാൻ പറ്റും. വോട്ടിംഗ് അവകാശമുള്ള ആളുകൾ, ഇന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാറ്റഗറി ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറി കൊണ്ട് അഭിപ്രായം പറയും. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ജോലിയില്ല എന്നുള്ളതാണ്. ഇവർക്ക് ജോലിയില്ല, ഇവർക്ക് ഷൂട്ടിങ്. ഇപ്പം ഞാൻ പറയട്ടെ, സൂപ്പർ സ്റ്റാറുകൾക്കും അതിൻ്റെ താഴെയുള്ള ആളുകൾക്കും മറ്റ് ആക്ടേഴ്സിനൊക്കെ ഇപ്പം ഞാൻ പറയട്ടെ, കുഞ്ചാക്കോ ബോബന് ഇതിനകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? ഈ പറഞ്ഞ ആസിഫ് അലിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ? അല്ലെങ്കിൽ പൃഥ്വിരാജിന് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ? ലാലേട്ടന് ഇതിനകത്ത് വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? മമ്മൂക്കായ്ക്ക് വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? ജയറാമിന് വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? സുരേഷ് ഗോപിക്ക് വല്ല ഇൻട്രസ്റ്റും ഉണ്ടോ? ഇല്ലല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത കുറേ ആളുകൾ നടനാണ് നടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നു. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവർ വന്നതാണ് ഈ AMMA എന്നുള്ള സംഘടന പൊതുജന മധ്യത്തിൽ ഇത്രയും നാറാനായിട്ട് കാരണം എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഏതൊക്കെയാലും ഇനി അഡ്ഹോക് കമ്മിറ്റി രമേശ് പിഷാരുടെയും KV ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്. അവർക്കിടയിൽ രാഷ്ട്രീയ വൈര്യമുണ്ടെങ്കിലും രമേശ് പിഷാരടി നല്ലൊരു സംഘാടകനാണ്, അതിനകത്തൊരു സംശയവും വേണ്ട. പാലക്കാട് MLA ആണ് അദ്ദേഹം. ഇനി കുറച്ച് അധികം നാളത്തേക്ക് 5 വർഷത്തേക്ക് സിനിമയിൽ അഭിനയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമയം കിട്ടും, MLA പണി കൂടാതെ കുറച്ച് സമയം കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു കരങ്ങളിൽ തന്നെയാണ് അഡ്ഹോക് കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വരട്ടെ. രാജിവെച്ച് പോകുന്നവരൊക്കെ പോട്ടെ. ശ്വേതാമേനോൻ ഉൾപ്പെടെ, ഈ ലക്ഷ്മിപ്രിയ ഉൾപ്പെടെ, കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ രാജിവെച്ച് പോകാൻ താല്പര്യമുള്ളവരൊക്കെ രാജിവെച്ച് പോയിക്കോട്ടെ. എന്നാൽ മാത്രമേ, ഒന്ന് കലങ്ങിയാൽ മാത്രമേ അത് തെളിയുകയുള്ളൂ എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. AMMA എന്നുള്ള സംഘടന നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമുള്ള സംഘടനയാണ്. എങ്കിൽ തന്നെയും ഇതുപോലെ പൊതുസമൂഹത്തിൽ നിങ്ങൾ നാറാൻ പാടുണ്ടായിരുന്നില്ല. നിങ്ങളല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഡയലോഗുകൾ വിടാൻ പാടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ അഭിനയിക്കുന്ന പല സിനിമകളുമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം പലപ്പോഴും മാതൃകയായിട്ട് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ബോധ്യമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയിരുന്നതാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.